ഹായ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് GDP ഡിഫ്ലേറ്റർ എന്നുള്ള ഭാഗമാണ്. അതായത് നാഷണൽ ഇൻകം ടേംസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ, അതിൽ GDP എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇക്കോണമി ഗ്രോത്തിലേക്കാണോ പോകുന്നത്, അല്ലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പാത്ത് ആണ് പോകുന്നതെങ്കിൽ, വികസനത്തിൻ്റെ പാത അല്ലെ വളർച്ചയുടെ പാതയിലേക്കാണോ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ടേമാണ് നാഷണൽ ഇൻകം ടേമാണ്, അല്ലെ കൺസെപ്റ്റാണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ ആ GDPയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുക, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതായത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഭാഗങ്ങൾ ഇവിടുന്ന് ചോദിക്കാറുണ്ട്. GDPയെ സംബന്ധിച്ച് ഒരെണ്ണം ചോദിക്കുന്നത് GDP ഡിഫ്ലേറ്റർ ആണ്, രണ്ടാമത്തേത് GDP ആൻഡ് വെൽഫെയർ, അതായത് വെദർ GDP ഈസ് കൺസിഡേർഡ് ടു ബി എ ഇൻഡിക്കേറ്റർ ഓഫ് ഇക്കണോമിക് വെൽഫെയർ എന്നാണ്. അതിന് ഒന്നുകിൽ നമ്മളോട് ശരിയാണോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ അതിനെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കാണാം. അപ്പോൾ ഒന്നാമത്തേത് GDP ഡിഫ്ലേറ്റർ ആണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം, GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് GDP എന്ന് പറയുന്നത് അല്ലേ. GDP ഡിഫ്ലേറ്റർ എന്ന ഭാഗമാണ് കാണാൻ പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായി, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇൻ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആൻഡ് ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് പ്രൈസസ് പ്രിവെയിലിംഗ് ഇൻ ദ മാർക്കറ്റ് ആണ്. അപ്പോൾ ഇഫ് GDP ഈസ് കാൽക്കുലേറ്റഡ് ഇൻ കറണ്ട് prices, ഇറ്റ് ഈസ് കോൾഡ് നോമിനൽ GDP. കറണ്ട് പ്രൈസസ് അഥവാ എന്താണ്, മാർക്കറ്റ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ GDP കണക്കാക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നോമിനൽ GDP. ഇതിനെ എഴുതുന്നത് നമുക്കിതിനെ GDP ക്യാപിറ്റൽ ലെറ്റർ GDP എന്ന് തന്നെ എഴുതാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഫാക്ടർ കോസ്റ്റിൽ കാണാം, അല്ലെങ്കിൽ റിയൽ പ്രൈസിൽ കാണാം. ഫാക്ടർ കോസ്റ്റ് അതേപോലെ കോൺസ്റ്റന്റ് പ്രൈസ് അറിയാം അല്ലേ. നമ്മൾ ഇൻഡെക്സ് നമ്പറൊക്കെ പഠിക്കുമ്പോൾ കോൺസ്റ്റന്റ് പ്രൈസ്, അതായത് ഒരു ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഇല്ലാത്ത ബേസ് ഇയറിൽ പ്രിവെയിൽ ചെയ്ത പ്രൈസസിനെയാണ് കോൺസ്റ്റന്റ് പ്രൈസിൽ നിന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ GDP കോൺസ്റ്റന്റ് പ്രൈസസിൽ കണക്കാക്കിയ GDP കാൽക്കുലേറ്റഡ് ഇൻ കോൺസ്റ്റന്റ് പ്രൈസസ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ GDP. കോൺസ്റ്റന്റ് പ്രൈസ് അല്ലെങ്കിൽ എന്താണ്, റിയൽ പ്രൈസ് ഒറിജിനൽ ആയിട്ടുള്ള വില എന്ന് വെച്ചാൽ ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ ഇല്ലാതെ ഒറിജിനൽ കറക്റ്റ് ആയിട്ടുള്ള വില, ഫാക്ടർ കോസ്റ്റ് അടിസ്ഥാനത്തിൽ വരുന്ന ഒരു ചെറിയ എമൗണ്ട് ലാഭവും വെച്ചുകൊണ്ട് വരുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺസ്റ്റന്റ് പ്രൈസ്, ബേസ് ഇയർ പ്രൈസ് എന്ന് പറയും അല്ലേ. കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് പറയുന്നത് ബേസ് ഇയർ പ്രൈസ് ആണ്. ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലേ. ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ ഇല്ലാത്ത വർഷത്തെയാണ് നമ്മൾ സാധാരണ ബേസ് ഇയർ, അടിസ്ഥാന വർഷം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്കാക്കുന്ന GDPയെ നമുക്ക് എന്തെഴുതാം? റിയൽ GDP എന്ന് വിളിക്കും. എന്താണ് വിളിക്കുന്നത്? റിയൽ GDP. ഈ റിയൽ GDPയെ നമ്മൾ എഴുതുന്നത് സ്മോൾ ലെറ്ററിലാണ്. ഓക്കെ, അതായത് കറണ്ട് പ്രൈസിൽ കണക്കാക്കുന്ന GDPയെ GDP അറ്റ് കറണ്ട് പ്രൈസ് അല്ലെ നോമിനൽ പ്രൈസ് എന്ന് വിളിക്കും. അതിനെ ക്യാപിറ്റൽ ലെറ്റർ GDP കൊണ്ട് സൂചിപ്പിച്ചു. ഇനി രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞ എന്താണ്? നോമിനൽ പ്രൈസ് കഴിഞ്ഞാൽ രണ്ടാമത്തേത് കോൺസ്റ്റന്റ് പ്രൈസ് അഥവാ പ്രൈസസ് പ്രിവെയിലിംഗ് ഇൻ ദ ബേസ് ഇയർ. അതിനെ നമ്മൾ റിയൽ GDP എന്നാണ് വിളിക്കുക. അപ്പോൾ റിയൽ GDPയെ നമ്മൾ സൂചിപ്പിക്കുന്നത് GDP എന്നാണ്, സ്മോൾ ലെറ്റർ GDP എന്ന് എഴുതും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോയാണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. ദ റേഷ്യോ ഓഫ് എന്താണ്, നോമിനൽ GDP ടു റിയൽ GDP. ദ റേഷ്യോ ഓഫ് nominal GDP
ടു റിയൽ GDP. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? GDP ഡിഫ്ലേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് GDP ഡിഫ്ലേറ്റർ എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ദ റേഷ്യോ ഓഫ് നോമിനൽ GDP ടു റിയൽ GDP ഈസ് കോൾഡ് GDP ഡിഫ്ലേറ്റർ. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? GDP ഡിഫ്ലേറ്റർ ഈസ് ഈക്വൽ ടു GDP deflator is equal to nominal GDP by real GDP into 100. അപ്പോൾ ഇതിനെ വേറൊരു തരത്തിൽ എഴുതുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു GDP by GDP into 100. അപ്പോൾ ഇതാണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ കാണേണ്ട വേറൊരു ഐഡിയ എന്ന് പറയുന്നത്, ആദ്യമേ പറഞ്ഞു എന്താണ്, ഒരു രാജ്യം ഇക്കണോമിക് ഗ്രോത്തിലേക്ക് പോകുന്നുണ്ടോ, ഡെവലപ്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനമായി ആദ്യകാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കൺസെപ്റ്റ് അല്ലെ ഒരു മെഷർമെൻ്റ്, ഒരു ക്രൈറ്റീരിയ ആയിരുന്നു ഇത് GDP എന്ന് പറയുന്നത്. അതായത് GDP ഈസ് കൺസിഡേർഡ് ടു ബി GDP ആസ് ഇക്കണോമിക് ഗ്രോത്ത് ക്രൈറ്റീരിയ. ഇക്കണോമിക് ഗ്രോത്തിൻ്റെ ഒരു ക്രൈറ്റീരിയ, മാനദണ്ഡമായിട്ട് GDPയെ ഉപയോഗിച്ചിരുന്നു ആദ്യകാലങ്ങളിൽ. എന്ന് വെച്ചാൽ എന്താണ്, ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത് GDP കൂടുകയാണെങ്കിൽ ഗ്രോത്ത് കൂടുന്നു എന്നാണ് പറഞ്ഞത്. ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യും. അതേസമയം GDP കുറയുകയാണെങ്കിൽ ഗ്രോത്ത് കുറയുകയാണ്. ഇക്കണോമിക് ഗ്രോത്ത് കുറയുകയാണെന്ന് പറഞ്ഞിരുന്നു ആദ്യകാലങ്ങളിൽ. അപ്പോൾ ഈ ഒരു ഇതിനെ അതായത് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഇത് ഉപയോഗിച്ചിരുന്നെങ്കിലും പിന്നീട് എന്താണ്, GDP ഈസ് നോട്ട് കൺസിഡേർഡ് ടു ബി എ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. എന്തുകൊണ്ടായിരിക്കും GDP ഒരു നല്ല ഇക്കണോമിക് ഗ്രോത്ത് ഇൻഡിക്കേറ്റർ ആയിട്ട് കണക്കാക്കാത്തത് എന്ന് വെച്ചാൽ എന്തായിരിക്കും കാരണം? GDPയിൽ അതായത് ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്, വെൽഫെയറിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇക്കണോമിക് ഗ്രോത്ത് അഥവാ ഡെവലപ്മെൻറ്റ് ഡിപ്പെൻസ് ഓൺ എന്തിനെയാണ്? ഇക്കണോമിക് വെൽഫെയർ ആണ്, അല്ലെങ്കിൽ ഇക്കണോമിക് വെൽഫെയർ, അല്ലെങ്കിൽ വെൽഫെയർ ഓഫ് പീപ്പിൾ എന്നും പറയാം. വെൽഫെയർ ഓഫ് പീപ്പിൾ, അതായത് നമുക്ക് എന്താണ്, അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ GDP ഇൻക്രീസ് ചെയ്യുമ്പോൾ വെൽഫെയർ കൂടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, GDP കൂടുന്നത് വെൽഫെയർ കൂടാൻ കാരണമാകണമെന്നില്ല. അതായത് ഒരു ഇക്കോണമിയിലെ എന്താണ് ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള ആൾക്കാർ, അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാർ, എലൈറ്റഡ് അപ്പർ ക്ലാസ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ എന്താണ് വരുമാനം വർദ്ധിക്കുകയാണെങ്കിലും ദേശീയ വരുമാനം വർദ്ധിച്ചതായിട്ടാണ് കാണിക്കുക അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് വരുമാന വിതരണത്തിലുള്ള അസമത്വം കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതാണ്, GDP ഈസ് നോട്ട് എ ഗുഡ് ഇൻഡിക്കേറ്റർ, ഒരു നല്ല സൂചകമല്ല. വൈ എന്നുള്ളതാണ്, എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഇസ് നോട്ട് എ ഗുഡ് ഇൻഡിക്കേറ്റർ, വൈ, എന്തുകൊണ്ടല്ല എന്നുള്ളതിൻ്റെ ഒരു 3 പോയിന്റുകളാണ് നമ്മൾ തരാൻ പോകുന്നത്. ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളൂ, 2-3 മാർക്കിന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഒരു 3 പോയിന്റുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് എന്താണ്, GDP നെവർ ഷോസ് ദ
ഇൻകം ഡിസ്ട്രിബ്യൂഷൻ or മെത്തേഡ് ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ it does not shows the inequality in income ഡിസ്ട്രിബ്യൂഷൻ. വരുമാന വിതരണത്തിൽ ഉണ്ടാവുന്ന അസമത്വം ഒരിക്കലും എന്ത് കാണിക്കുന്നില്ല? GDP കാണിക്കുന്നില്ല. അതായത് ഏത് ജനങ്ങളുടെ ഏത് ക്ലാസ് ഓഫ് പീപ്പിളിന്റെ വരുമാനം കൂടിയാലും GDP കൂടും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്? അപ്പർ ക്ലാസിന്റെ വരുമാനം കൂടുക വഴി GDP കൂടുന്നത് എന്താണ്? പാവപ്പെട്ട ബിലോ പോവർട്ടി BPL ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ വിഷമം, അവരുടെ വെൽഫെയർ ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? അങ്ങനെ വരികയാണെങ്കിൽ GDP ആ ഒരു രീതിയിലുള്ള GDP ഗ്രോത്ത് ഒരിക്കലും എന്ത് കാണിക്കുന്നില്ല? ഇക്കണോമിക് ഗ്രോത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി അടുത്തത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് നോൺ മാർക്കറ്റഡ് എക്സ്ചേഞ്ചസ് ആണ്. നോൺ മാർക്കറ്റഡ് എക്സ്ചേഞ്ചസ്. നോട്ട് കൺസിഡേർഡ്. എന്താണ് നോൺ മാർക്കറ്റ് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത്? അതായത് മാർക്കറ്റ് വാല്യൂ ആണ് GDP എന്ന് പറയുന്നത് അല്ലേ? അപ്പം മാർക്കറ്റ് വാല്യൂ ഇല്ലാത്തത് എന്താണുള്ളത്? ഇപ്പോൾ എക്സാമ്പിൾ എന്താണ്? നമ്മുടെയൊക്കെ വീട്ടിൽ ഹൗസ് വൈഫ്സ് അമ്മമാരുണ്ടല്ലേ? അപ്പം അമ്മമാരുടെ ജോലിക്ക് നിങ്ങളുടെ വീട്ടിൽ കൂലി കൊടുക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ അതിനൊരു വാല്യൂ ഇല്ലേ? അങ്ങനെ വരുന്നില്ല അല്ലെ? അപ്പൊ ഇതുപോലെ ഒരുപാട് എന്താണ് നോൺ മാർക്കറ്റഡ് എക്സ്ചേഞ്ചസ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ എക്സ്ചേഞ്ചുകളൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ GDP-യിൽ കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടും എന്താണ്? GDP is not considered as a good indicator of economic growth. Non-market exchanges are not considered. So GDP is not considered to be a good criteria of economic welfare, economic growth. അടുത്തത് externalities ആണ്. അതായത് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് ഒരു നമ്മൾ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന മെച്ചങ്ങളെ, ഗുണങ്ങളെയാണ് എന്ത് പറയുന്നത്? എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണാലിറ്റി രണ്ട് തരത്തിലുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ്? നല്ലതുമുണ്ട് മോശമുണ്ട്. അപ്പോൾ ഇതിലുള്ള എക്സ്റ്റേണാലിറ്റി രണ്ടും തന്നെ എന്ത് ചെയ്യുന്നില്ല? ഇതിൽ നമ്മൾ GDP-യിൽ കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. നോട്ട് കൺസിഡേർഡ് ഓർ കാൽക്കുലേറ്റഡ്. ഇതിലും എക്സ്റ്റേണാലിറ്റിയും നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്നില്ല, അല്ലെ GDP-യുടെ പരിധിയിൽ വരുന്നില്ല. ഇതിനെ നമുക്ക് ഡസ് നോട്ട് കാൽക്കുലേറ്റഡ്. ഇപ്പോൾ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന മെച്ചങ്ങൾ ഒരിക്കലും തന്നെ എന്ത് ചെയ്യുന്നില്ല? ഈ GDP-യിലും കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതും എന്താണ്? GDP-യെ ഒരു നല്ല ക്രൈറ്റീരിയ, മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്നു. അപ്പോൾ 3 പോയിന്റുകളാണ്. ഒന്നാമത്തേത് എന്താണ്? ഡസ് നോട്ട് ഷോസ് ഇനീക്വാളിറ്റി ആണ്. ഇൻകം ഡിസ്ട്രിബ്യൂഷനിലുള്ള ഇനീക്വാളിറ്റി കൺസിഡർ ചെയ്യാത്തതുകൊണ്ട്. രണ്ടാമത്തേത് നോൺ മാർക്കറ്റ് എക്സ്ചേഞ്ചസിനെ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. മൂന്നാമത്തേത് എക്സ്റ്റേണാലിറ്റീസിനെയും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ 3 പോയിന്റുകൾ കാരണം, അല്ലെ പ്രധാനമായി ഇനി ഒരുപാടെണ്ണം നമുക്ക് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും എടുക്കുന്നില്ല. ഈ 3 എണ്ണം ഓർത്ത് വെക്കുക. എളുപ്പമുള്ള 3 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്താണ്? നമുക്ക് GDP-യെ ഒരു നല്ല ക്രൈറ്റീരിയ ആയിട്ട്, ഒരു നല്ല മാനദണ്ഡം, സാമ്പത്തിക വളർച്ചയുടെ നല്ല മാനദണ്ഡമായിട്ട് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനെ കണക്കാക്കാൻ കഴിയുകയില്ല. ഓക്കെ.
അപ്പോൾ ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം ആയിട്ടാണ് തന്നിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കുക. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം നമുക്ക്. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.